വീണ്ടും കാണുവാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളം ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒന്നാമത് ജീവിക്കാൻ നിർവാഹമില്ല. സകല സാധനങ്ങളുടെയും വില വർദ്ധിച്ചു. ജീവിതം ഭയങ്കര ക്ലേശമായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, എല്ലാ ചാർജുകളും, വാട്ടർ ചാർജ്, കറണ്ട് ചാർജ് എന്ന് വേണ്ട, ഭൂമിയുടെ ആധാരത്തിൻ്റെ ഇന്ന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വില വർധനവും ഗവൺമെൻറ് ടാക്സുകളൊക്കെ കൂടി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ യുവതലമുറകൾ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ടിട്ട് വളരെയധികം അധാർമികമായ പ്രവർത്തനങ്ങൾ, മനുഷ്യനെ കൊല്ലാൻ മടിയില്ല, മനുഷ്യൻ്റെ സ്വന്തം മാതാപിതാക്കളെ പോലും ഒരു ദയം അർഹിക്കാത്ത നിലയിൽ കൊലപ്പെടുത്തുക, സ്വന്തം സഹോദരൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുക, ഇങ്ങനെ എത്രമാത്രം അധർമ്മത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു ചോദ്യം ചോദിച്ചു നോക്കാം. ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഇവിടുത്തെ മറ്റേതെങ്കിലും നിയമങ്ങൾ ഇനിയും കഠിനമാക്കിയാൽ ഈ കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകുമോ? ഇല്ല 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 എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. കാരണം മനുഷ്യൻ്റെ സ്വഭാവം അധാർമികമായി തീരുവാനുള്ള കാരണം അവന് ദൈവത്വമായിട്ടുള്ള ശരിയായ ബന്ധമില്ല എന്നുള്ളതാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ഒരു അധീനതയിലുള്ളതല്ല. ദൈവം സകല മനുഷ്യരുടെയും ദൈവമാണ്. ദൈവമുണ്ട്. ദൈവമാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചത്. അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിപ്പോയത് നിമിത്തം മനുഷ്യൻ ദൈവമായിട്ടുള്ള ശരിയായ നിലപാട് വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പാപിയാണ്, പാപമാണ് സകല അധർമ്മത്തിൻ്റെയും കാരണം. ദൈവത്തോടുള്ള അനുസരണക്കേടാണ് സകല അധർമ്മത്തിൻ്റെയും കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടങ്ങി വരുവാൻ കർത്താവ് വിളിക്കുകയാണ്. ആമേൻ. എന്താണ് യേശു കർത്താവിൻ്റെ പ്രസക്തി? ആമേൻ. ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, ആമേൻ, പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആമേൻ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവവുമായിട്ടുള്ള നിലപാട്, ശരിയായ നിലപാട് പുനഃസ്ഥാപിക്കാൻ കഴിയും. അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിച്ച് അവൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് ദൈവത്തിനോട് ശരിയായ നിലപാട് പ്രാപിക്കാൻ കഴിയും. ആ നിലപാടിൽ